കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷത്തിലാണെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായത് മുന്നൂലം ഭഗവതിക്കനാണ്. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ടെന്ന് ശ്രീലകത്ത്. കസവ് പൊട്ടൊക്കെ ഞെറിഞ്ഞെടുത്ത് ഇങ്ങനെ കഴുത്തിൽ ആ മാങ്ങാമാലയും ഒക്കെ ചാർത്തിയിട്ട് കാൽത്തളകളും കൈത്തളകളും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. എന്നാൽ ഇടത്തെ കയ്യിലൊരു വില്ലുണ്ട്, വലത്തെ കയ്യിൽ അമ്പുണ്ട്. അതിങ്ങനെ കാണാ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ശരിയാണ്, ഇന്ന് ശ്രീരാമചന്ദ്രനായിട്ടാണ് അവിടെ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനാണ്. വളരെ അതായത് കുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇടത്തെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടേ വലത്തെ കാലിങ്ങനെ പിന്നിക്കിങ്ങനെ വെച്ചിട്ടിങ്ങനെ ഒരു അമ്പ് ചെയ്യാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമി പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞിട്ടുണ്ട്. മാല ഉണ്ട്, തെച്ചിമാലയും. നല്ല രസമാണ് ആ കാഴ്ച ഇങ്ങനെ കാണാം. ഉണ്ടമാലയൊക്കെ ഇങ്ങനെ അണിഞ്ഞിട്ട് ശ്രീകോവിലിങ്ങനെ കാണുമ്പോൾ അതെന്താ ഒരു സൗന്ദര്യം. യുവകോമളനായിട്ടുള്ള രാജകുമാരനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എന്താ രസം കാഴ്ചയ്ക്ക്. ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലിങ്ങനെ എന്താ ഒരു കളഭം കൊണ്ടുള്ള അലങ്കാരം വന്നപ്പോൾ നമ്മളെ നേത്രങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ളൊരു സമയമാണ്. ഒന്നാമത് രാമായണ മാസമാകുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഒക്കെ രൂപങ്ങളിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു രൂപമാണ്. ശ്രീരാമ രാമ രാമ ശ്രീതാവി രാമ രാമ ശ്രീരാമ രാമ രാമ. എല്ലാവർക്കും ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും, നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വരികയാണ്, ഉച്ചപൂജ തൊഴാൻ വരികയാണ്. ഉച്ചപൂജ തൊഴുമ്പോൾ നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ സോപാനപ്പടിയിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ നോക്കുകയാണ്. അകത്തേക്ക് നോക്കുമ്പോൾ വില്ലും അമ്പും ഏന്തി നിൽക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ നോക്കി മന്ദസ്മേരത്തോടെ നമ്മളോട് എന്താണ് അനുഗ്രഹം വേണ്ടതെന്ന് ചോദിക്കുന്ന പോലെ നിൽക്കുന്ന അദ്ദേഹത്തോട് നമ്മളെ എല്ലാ ദുഃഖങ്ങളും കാൽപാദത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോൾ അദ്ദേഹം അതിനൊരു പോംവഴി കണ്ടു തരും. ഗുരുവായൂരപ്പൻ്റെ ഒരു കടാക്ഷം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളെ എപ്പോഴും സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് എപ്പോഴും മുന്നോട്ട് പോവാം. നമ്മളെ മുന്നിലും പിൻപിനും ഗുരുവായൂരപ്പൻ തന്നെയാണ് ഉള്ളത്. ഗുരുവായൂരപ്പൻ നമ്മളെ ഏത് സമയത്തും രക്ഷിക്കും, ഏതാപത്തിൽ നിന്നും കരകയറ്റും എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ നമ്മളെ സ്വയം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. എല്ലാവരും ഇത് കേൾക്കുക, അതേപോലെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.